ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവ് കമ്പും മറുകൈയിൽ സ്വാതന്ത്ര്യത്തിന്റെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒലിവ് കമ്പ് എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു പോകാതിരിക്കട്ടെ. 1974 നവംബറിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ട് യാസിർ അറാഫത്ത് നടത്തിയ പ്രസംഗം ലോകത്തിന് ആരായിരുന്നു ആ പോരാളി എന്നതിൻ്റെ രത്ന ചുരുക്കമാണ്. പതിറ്റാണ്ടുകളായി പോരാട്ടത്തിന്റെ അഗ്നിപർവ്വതങ്ങൾക്ക് മീതെ ജീവിച്ച ഒരു ജനത തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ യാസിറിലൂടെ യന്ത്രത്തൂക്കും ഒലിവിച്ചില്ലയുമായി സംസാരിച്ചത്, ശത്രുക്കളോടും മിത്രങ്ങളോടും പൊരുതിയത്. പലസ്തീനികളുടെ നിരന്തര പരാജയങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പിറന്ന വിപ്ലവകാരി, അന്തമില്ലാത്ത പോരാട്ടങ്ങൾ ബാക്കിയാക്കി മരണം പുൽകി 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ആ ഓർമ്മകളുടെ തീക്കുണ്ടം കൂട്ടിയാൽ ആളിപ്പടരുക പലസ്തീനികൾ മാത്രമായിരിക്കില്ല, ലോകമെങ്ങുമുള്ള മനുഷ്യ മഹാവിമോചന പോരാളികൾ ഒന്നാകെയായിരിക്കും. ഇപ്പോൾ ഈ നിമിഷം പലസ്തീൻ ലോക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും സംഘടിതവും ആസൂത്രിതവുമായ കൂട്ടക്കുരുതിയുടെ നടുവിൽ പൊട്ടിച്ചിതറി തീരുമ്പോൾ ജീവിച്ച അറഫത്തിനേക്കാൾ കരുത്തനാവുകയാണ് മരിച്ച അറഫത്ത്. അറഫത്ത് ആയിരങ്ങളിലൂടെ പതിനായിരങ്ങളിലൂടെ പിറന്നു വീഴുന്നു, പൊരുതി മരിക്കുന്നു. സംഭവ ബഹുലമായ ആ ജീവിത കഥയ്ക്ക് അവസാനമില്ല. ഒരു ദിനമെങ്കിലും പൊരുതി നിന്നോർ അവരെത്ര നല്ലവർ, ഒരു നീണ്ട വർഷം പൊരുതി നിന്നോർ അവരതിലേറെ നല്ലവർ, എന്നാൽ മറക്കായിക ജീവിതം മുഴുവനും പൊരുതി നിൽപ്പോർ അവരെത്രേ പോരിന്റെ സത്തയും സാരവും. ഒരു ജീവിതകാലം മുഴുവൻ പൊരുതി നിന്ന യാസിർ അറഫത്തിനെയും ചരിത്രത്തിൽ അരക്കിട്ടുറപ്പിക്കാനാവുന്ന വരികളാണിത്. മഹാനായ ജർമ്മൻ മാർക്സിസ്റ്റും നാടകകാരനുമായ ബെർത്തോൾഡ് ബ്രെഹ്ത് എഴുതിയ കവിത, പൊരുതിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ്റെ ആകെയും ജീവിത കവിത. ആ ജീവിത കഥാകാവ്യങ്ങൾക്ക് ഒരു വിലാസമുണ്ടാക്കിയത് യാസിർ അറഫാത്തായിരുന്നു. സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളായിരുന്നു പലസ്തീനികളുടെ ജീവിത സമരത്തെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത്. 2000 വർഷം മുമ്പേ പ്രവാചക രക്തം കുതിർന്ന മലമുകളിലേക്ക് ആടുമേച്ചു പോയവർ ദൈവപ്രഘോഷണങ്ങളുമായി തടാകക്കരയിലേക്ക് തിരിച്ചിറങ്ങിയതുപോലുള്ള കഥകളല്ല അത്. വെടിമരുന്നുകൾക്ക് മീതെ ഏത് നിമിഷവും പൊട്ടിത്തീർന്നേക്കാവുന്ന ജീവിത കഥയാണ്. മരണം പൂക്കുന്ന ലബനിലെ യുദ്ധഭൂമിയിലേക്കും മഹാദൈന്യതകൾ മനുഷ്യപ്പുഴുക്കളായ ബെയ്റൂട്ടിലെ അഭയാർത്ഥി ക്യാമ്പിലേക്കും എന്നും ദുരന്തഗീതങ്ങൾ പാടുന്ന പുണ്യഭൂമി ജെറുസലേമിലേക്കും പോകുമ്പോൾ 3 മതങ്ങളും മുറുകെ പിടിക്കുന്ന പുണ്യഗ്രന്ഥങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ കയ്യിൽ മൂന്നാമതായി പോരാടാനൊരു യന്ത്രത്തൂക്ക് കൂടി വേണമെന്ന് പറഞ്ഞാണ് യാസിറിന്റെ പോർജീവിതം തുടങ്ങുന്നത്. എങ്കിലും അറഫത്തിനെ പോലെ സമാധാനം ആഗ്രഹിച്ചിരുന്ന മറ്റൊരു നേതാവും ഉണ്ടായിരുന്നില്ല. സ്വന്തം നാടിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു അത്. പലസ്തീനിൽ വേരുള്ള അച്ഛനമ്മമാരുടെ മകനായി 1929 ഈജിപ്തിലാണ് യാസിർ അറഫത്ത് എന്ന ലോകം ആഘോഷിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ അബ്ദുൽ റഫ് അൽ കുത്തുവ അൽ ഹുസൈനി ജനിച്ചത്. യൗവനകാലവും പഠനവുമെല്ലാം ഈജിപ്തിലെ കൈറോയിലായിരുന്നെങ്കിലും മനസ്സിലുള്ള നാട് ജെറുസലേം തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് 4 വർഷം അമ്മയുടെ നാടായ ജെറുസലേമിൽ താമസിച്ച ഓർമ്മകൾ യാസിർ മരണം വരെയും ഉരുവിട്ടിരുന്നു. 1948 പാശ്ചാത്യ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ അജണ്ടയനുസരിച്ച് പലസ്തീൻ വെട്ടിമുറിച്ച് ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ 19കാരനായ യാസിറും സായുധ പോരാട്ടത്തിനിറങ്ങി. മതത്തിന്റെ പേരിലുള്ള രക്തരൂക്ഷിതമായ ആ രാഷ്ട്ര രൂപീകരണത്തിനെതിരെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. 8 ലക്ഷം പലസ്തീനികളാണ് 48ലെ യുദ്ധത്തിലൂടെ ജന്മഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടത്. അറഫത്തും ഈജിപ്തിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. കെയ്റോയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നായകനായി, കുവൈത്തിൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുമ്പോഴും ജന്മനാടിന്റെ നിലവിളികൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ. അങ്ങനെ അറഫത്ത് ട്യൂണീഷ്യയും ഈജിപ്തും പ്രവർത്തന പഥങ്ങളാക്കി പാലസ്തീൻ അഭയാർത്ഥികളെ സംഘടിപ്പിച്ചു. ഒട്ടിയ വയറും ഒടുങ്ങാത്ത സ്വാതന്ത്ര്യദാഹവുമായുള്ള പലസ്തീനികളുടെ ദീർഘസമരം അവിടെ തുടങ്ങുന്നു. ആത്മസഖാക്കളായ അബു ഇയാദ്, അബു ജിഹാദ് എന്നിവരോടൊപ്പം ചേർന്ന് 1959 അറഫാത്ത് അൽ ഫത്ത രൂപീകരിക്കുന്നത്. 2 അബുമാരും പിന്നീട് വിമോചന പോരാട്ടത്തിൽ രക്തസാക്ഷികളായി. ഫത്ത എന്ന അറബി പദത്തിന്റെ അർത്ഥം വിജയമെന്നായിരുന്നു. അതൊരിക്കലും അന്വർത്ഥമായില്ലെങ്കിലും
ഗൾഫിൽ ജോലി ചെയ്തിരുന്ന പലസ്തീനി പ്രൊഫഷണലുകളായിരുന്നു ഫത്തായുടെ അടിത്തറ. അറഫത്തും അങ്ങനെയൊരു പ്രൊഫഷണൽ ആയിരുന്നല്ലോ. അന്യനാടുകളിൽ തൊഴിലെടുത്തുകൊണ്ടുള്ള കേവലം കുടുംബ വിജയങ്ങളുമായി തുടരാനാവാതെ പലസ്തീൻ വിമോചനം എന്ന വിജയ സ്വപ്നത്തിന്റെ പിറകെയായിരുന്നു യുദ്ധമധ്യത്തിലേക്കുള്ള അറഫത്തിന്റെ എടുത്തുചാട്ടം. ലെ മഹത്തായ ഫത്ത മുന്നേറ്റത്തിൽ യാസിർ ഒരു കൊടുങ്കാറ്റായി. 969 PLO സ്ഥാപിച്ചു. ജോർദാനായിരുന്നു ആദ്യ താവളം. അവിടെ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്കും പിന്നീട് ഇസ്രായേലി താവളങ്ങളിലേക്കും തുടരെ പ്രത്യാക്രമണം നടത്തി. കരയിലൂടെ വമ്പൻ ആയുധ സന്നാഹങ്ങളുമായി ഇസ്രായേൽ പട എത്തിയപ്പോൾ നേർക്കുനേർ നിന്ന് പൊരുതി. സയനിസ്റ്റ് പട കണ്ട ഏറ്റവും വലിയ പ്രതിരോധമായിരുന്നു അത്. നാശനഷ്ടങ്ങൾ ചില്ലറയായിരുന്നില്ല ഇസ്രായേൽ നേരിടേണ്ടി വന്നത്. യാസിറിന്റെ നേതൃത്വത്തിലുള്ള പാലസ്തീന്റെ ചെറുത്തുനിൽപ്പിലൂടെ കൂടുതൽ ഗറില്ല പടകൾ സൃഷ്ടിക്കപ്പെട്ടു. ഹുസൈൻ രാജാവിനാൽ പുറത്താക്കപ്പെട്ടപ്പോൾ യാസിർ ബെയ്റൂട്ട് ലക്ഷ്യമാക്കി കുതിച്ചു. പലസ്തീന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം അറഫത്തിനായി ഐക്യദാർഢ്യ സേനകൾ അണിനിരന്നു. വർഷങ്ങളുടെ ഗറില്ല പോരാട്ടങ്ങളിലൂടെ വാർത്തെടുക്കപ്പെട്ട ജീവിതം. ഒലിവ് ജില്ലകൾ വേണ്ടെടുത്ത് ഒലിവ് ജില്ലകളും തോക്കുകൾ വേണ്ടെടുത്ത് തോക്കും യാസിർ ഉയർത്തിപ്പിടിച്ചു. 974 UN പൊതുയോഗത്തിലെത്തി യാസിർ നടത്തിയ ഒലിവ് ജില്ലാ പ്രഖ്യാപനം ഒരു മുന്നറിയിപ്പായിരുന്നു, താക്കീതായിരുന്നു, ഭീഷണിയായിരുന്നു ശത്രുക്കൾക്ക്. മിത്രങ്ങൾക്കാകട്ടെ സമാധാനത്തിനുള്ള അഭ്യർത്ഥനയും. പിരമിഡുകളുടെ നാട്ടിൽ നിന്ന് ജെറൂസലേമിലേക്ക് പുറപ്പെടുമ്പോൾ വിപ്ലവാനന്തര ഈജിപ്തിന്റെ നേതാവ് ജനറൽ മുഹമ്മദ് നജീബ് യാസിർ അറാഫത്തിനോട് പറഞ്ഞു, പിറന്ന നാടിനു വേണ്ടിയുള്ള പോരാട്ടം ജീവിതം പോലെ പ്രധാനമാണ്, വേരുകൾ മറക്കരുത്. സ്വന്തം വേരുകൾ തേടാനിറങ്ങിയ യാസിർ പിന്നീട് വേരുകൾ നഷ്ടപ്പെട്ട ഒരു പറ്റത്തിന്റെ നായകനായി. വിപ്ലവം ആളിക്കത്തുന്ന പ്രായത്തിൽ കൊല്ലാൻ വരുന്നവനെ വെല്ലുന്നതിനായി കെയ്റോയിൽ നിന്ന് യാസിർ പലസ്തീനിലേക്ക് ഒരു ആയുധ കള്ളക്കടത്തുകാരനായി. സ്വന്തമായ ഒരു ആയുധമോ ആശയമോ ഇല്ലാത്ത ജനത നിറയെ ആയുധവുമായി വന്ന യാസിറിനെ എതിരേറ്റു. ലോകം മുഴുവനും യാസിറിന്റെ ചുമലിൽ കൈയിട്ടു. മനസ്സുകൊണ്ടും വചസ്സുകൊണ്ടും വബുസുകൊണ്ടും കൂടെ നിന്നു. സയനിസ്റ്റുകളും അവരുടെ കൂട്ടാളികളുമായ വംശീയ ലോകവും ഒഴികെ. സാമ്രാജ്യത്വത്തെ പിടിച്ചുകുലിക്കാൻ ചഗ്വേരയെ പോലുള്ള വിപ്ലവ തേജസ്സോ ക്രിസ്തുവിനെ പോലുള്ള ദൈവമുഖമോ ഉണ്ടായിരുന്നില്ല അറഫാത്തിന്. സദ്ദാം ഹുസൈനെ പോലെ ആകാര വലിപ്പമോ സൗകുമാര്യമോ ഒട്ടുമുണ്ടായിരുന്നില്ല. വെളുത്ത കുറ്റിത്താഴി നിറഞ്ഞ മുഖം ആലസ്യത്തെ അനുസ്മരിപ്പിച്ചു. പട്ടാള കുപ്പായമിട്ടാലും ശിരസിൽ വിനീതമായ ആ ശിരോവസ്ത്രം. എങ്കിലും 23-ാം വയസ്സിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് റാമള്ളയിലെ വീട്ടുതടങ്ങളിൽ കൊല്ലപ്പെടുന്നതുവരെ പലസ്തീനെ ലോകത്ത് പ്രതിനിധീകരിച്ചത് ആ 5 അടി 5 ഇഞ്ച് രൂപമായിരുന്നു. അത്യസാധാരണമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ PLOയെ രാഷ്ട്രപദവിയിലേക്ക് ഉയർത്തിയതും അറഫാത്താണ്. 60കളിലും 70കളിലും യാസിർ അറഫത്ത് എന്നാൽ പുരോഗമന അറബ് ദേശീയവാദത്തിന്റെ പ്രതീകമായിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായി 3-ാം ലോകത്തിന്റെ ആകെയും ശബ്ദമായിരുന്നു യാസിർ. 990-ൽ സദ്ദാം ഹുസൈനെ അനുകൂലിച്ച് ആദ്യം ശബ്ദം മുഴക്കിയതും ഈ നരച്ച താടിക്കാരനായിരുന്നു. പശ്ചിമേഷ്യയിൽ പ്രതിരോധത്തിന്റെ ഒരു കൈ സഹായത്തിനായി ലോകമെങ്ങും അറഫത്ത് അലഞ്ഞു നടന്നപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്നേഹാദ്രമായി പച്ച മനുഷ്യനെ വാരിപ്പുണർന്നത് ഇന്നും പലരും ഓർക്കാത്ത ചരിത്രമാണ്. 988-ൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയടക്കം ഭൂരിപക്ഷം രാജ്യങ്ങളും അതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും അറഫത്തിന്റെ രാഷ്ട്രീയ ഇച്ഛകളുടെ നയതന്ത്ര വിജയമാണ്. ലോകമെങ്ങും സയനിസ്റ്റ് ഭീകരതയെ പ്രതിരോധിച്ച സാർവദേശീയ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതിരൂപമായി അറഫത്ത്. 80കളിലും 90കളിലും കേരളത്തിലെയും കലാലയ ചുവരുകളിൽ ചെഗുവേരയ്ക്കും ഫിദൽ കാസ്ട്രോയ്ക്കുമൊപ്പം വിമോചന പ്രതീകമായി യാസിർ അറാഫത്തും പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യ ഒന്നാകെ അറാഫത്ത് എന്ന അറബ് സ്വാതന്ത്ര്യ പോരാളിക്കൊപ്പം നിന്ന് പാലസ്തീനായി ആവശ്യം കൊണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരയെ യാസിർ വിളിച്ചു, ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി. പലസ്തീൻ വിമോചന സമരത്തെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സ്വാതന്ത്ര്യ സമരമായാണ് കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിരുന്നത്. പലസ്തീൻ നേതാവ് ജോർജ് ഹബാഷ് നയിച്ച പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ അഥവാ PFLP അടക്കമുള്ള മാർക്സിസ്റ്റ് സംഘടനകളുമായും അറഫത്ത് കൈകോർത്തു പോരാടിയിരുന്നു.
37-ാം വയസ്സിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ ഹസൻ കനഹാനി എന്ന ചിന്തകൻ PFLP-യുടെ ഒരു പോരാളിയായിരുന്നു. വിമോചനത്തിന്റെ അതിതീവ്ര നിലപാടിന്റെ പേരായിരുന്നു കനഹാനി. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഭാഷണം വാളും കഴുത്തും തമ്മിലുള്ള സംഭാഷണമാണെന്നും അവിടെ സമാധാനമല്ല കീഴടങ്ങലാണ് സംഭവിക്കുന്നതെന്നുമാണ് കനഹാനി പറഞ്ഞുകൊണ്ടിരുന്നത്. പതിറ്റാണ്ടുകളായി ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യർ, നിരന്തരം കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർ, പട്ടിണിയുടെ ചാട്ടവാറല്ലാതെ മറ്റൊന്നും കാത്തിരിക്കാനില്ലാത്ത മനുഷ്യർ, അവർക്ക് രാജ്യം വേണമെങ്കിൽ, ആത്മാഭിമാനം വേണമെങ്കിൽ, അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെങ്കിലും പുലരണമെങ്കിൽ യുദ്ധമല്ലാതെ മറ്റെന്താണ് വഴിയെന്ന് ചോദിക്കുന്ന കനഹാനിയുടെ വാക്കുകൾ ഇപ്പോഴും അറഫത്തിന്റെ വാക്കുകൾ പോലെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിനെതിരെയുള്ള എല്ലാ സംഭാഷണവും ഇസ്രായേൽ അപകടപ്പെടുമോ എന്ന ആധിമാത്രമാണെന്ന് കനഹാനി പറയുന്നു. പലസ്തീനെ മുഴുവൻ കൊന്നു കുഴിച്ചുമൂടാൻ കാത്തിരുന്നതിന് ശേഷമുള്ള യുദ്ധവിരുദ്ധ പ്രഘോഷണങ്ങളുടെ പൊള്ളത്തരങ്ങളെയാണ് ഹസൻ കനഹാനി എന്ന കമ്മ്യൂണിസ്റ്റ് പല കാലങ്ങളിലായി തുറന്നു കാട്ടിയിരുന്നത്. വിമോചനത്തിന് വേണ്ടി ആയുധമെടുത്ത PFLP എന്ന മാർക്സിസ്റ്റ് സംഘടനയുടെ മറ്റൊരു പോരാളിയാണ് ലൈല ഖാലിദ്. ഇസ്രായേലിന്റെ വിമാനങ്ങൾ റാഞ്ചലായിരുന്നു ലൈലയുടെ ലീലകൾ. ഖലീൽ ജിബ്രാന്റെ നാടായ ലബനിൽ പിറന്നവൾ ആകാശത്തെ തന്റെ പ്രണയ കവിതയായല്ല പോരാട്ട കവിതയായാണ് മൊഴിമാറ്റിയത്. 1969-ലാണ് ട്രാൻസ്വേൾഡ് എയർലൈൻസിന്റെ ഒരു യാത്രാ വിമാനം ലൈല റാഞ്ചിയത്. അന്ന് അമേരിക്കയിലെ ഇസ്രായേലി അംബാസിഡറായിരുന്ന പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയായ ഇഷക് റബീൻ ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ലൈലയുടെ സാഹസികത. യാത്രക്കാരെ മുഴുവൻ സുരക്ഷിതരാക്കാനായി തട്ടിയെടുത്ത വിമാനം ഡമാസ്കസിൽ ഇറക്കിയപ്പോഴാണ് ലൈല റബീൻ വിമാനത്താവളത്തിലില്ലെന്ന് അറിയുന്നത്. ലൈലയൊടുവിൽ സിറിയൻ സൈന്യം പിടികൂടിയെങ്കിലും ഇസ്രായേലി സൈനിക ഇന്റലിജൻസ് മേധാവി അഹ്റോ യാരേവ് സഞ്ചരിച്ച മറ്റൊരു വിമാനം കൂടി റാഞ്ചിക്കൊണ്ട് ലൈല ലോകത്തെ ഞെട്ടിച്ചു. ടെലവീവിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പറക്കുകയായിരുന്ന ആ വിമാന റാഞ്ചലും ലക്ഷ്യം കണ്ടില്ലെങ്കിലും പലസ്തീനികളുടെ പോരാട്ടത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയെന്ന ഉദ്ദേശശുദ്ധി ലക്ഷ്യം കണ്ടു. പക്ഷെ ലൈലയുടെ സഖാവായ നിക്കരഗക്കാരൻ പാട്രിക് ഒർഗുലോയെ കുരുതി കൊടുക്കേണ്ടി വന്നു. പട്ടാളം ഒർഗുലോയെ വെടിവെച്ചു കൊന്ന് തെളിവിനായി ലൈലയെ ജീവനോടെ പിടികൂടി. 82 വയസ്സായ ലൈല ഖാലിദ് ഇപ്പോഴും ലണ്ടനിലുണ്ട്. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വിമാന റാഞ്ചിയായി, അറേബ്യൻ വനിതാ വിമോചനത്തിന്റെ അത്യുജ്വല മാതൃകയായി. ചരിത്രത്തോളം പഴക്കമുള്ള പോരാട്ടത്തിന്റെ മുനമ്പാണ് പലസ്തീൻ. ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ യാതനകൾ അനുഭവിച്ച ഒരു ജനത മറ്റൊരു ചരിത്രഘട്ടത്തിൽ മറ്റൊരു ജനതയ്ക്ക് മേൽ നടത്തുന്ന കൊടിയ ക്രൂരതകളുടെ കഥനകഥകളാണത്. ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും സംഘടിതവും ആസൂത്രിതവുമായ കൂട്ടക്കുരുതിയുടെ കൂടി ചരിത്രം. ആ ചരിത്രം എവിടം തൊട്ട് തുടങ്ങണമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. പലസ്തീനികൾ മനുഷ്യരെയല്ലെന്നാണ് ഇസ്രായേലിന്റെ പഴയ പ്രധാനമന്ത്രിയും വംശീയ വിദ്വേഷത്തിന്റെ അപ്പോസ്തലിയുമായ ഗോൾഡ മേയർ മുമ്പ് പറഞ്ഞത്. വെളുത്ത യൂറോപ്യർക്ക് കറുത്ത ആഫ്രിക്കക്കാർ പണ്ട് മനുഷ്യരായിരുന്നില്ലല്ലോ. അതേ അളവുകോൽ പിന്തുടർന്നവരുടെ മാനുഷികവാദത്തിലൊന്നും പലസ്തീനികളില്ലായിരുന്നു. ഓർക്കണം, 20 ലക്ഷം വർഷം മുമ്പേ ജനവാസമുണ്ടായിരുന്ന ഭൂപ്രദേശമാണിതെന്ന്. 3 ലോക മതങ്ങൾക്കാണ് ഇത് പുണ്യസ്ഥലം. ക്രിസ്തുവിന് മുമ്പ് 1800-ൽ പ്രവാചകൻ അബ്രഹാമും സംഘവും മെസൊപ്പൊട്ടോമിയയിൽ നിന്നാണ് ജെറുസലേമിൽ എത്തിയതെന്ന് ബൈബിൾ പറയുന്നു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും നടന്ന സ്ഥലം, മുഹമ്മദ് നബിയുടെ ആകാശാരോഹണം നടന്ന സ്ഥലം, സോളമൻ രാജാവിന്റെ വിലാപമതിൽ എല്ലാം ജെറുസലേമിലാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഒട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു പലസ്തീൻ. ജോർദാൻ പുഴ മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഭൂപ്രദേശം. 1918-ൽ 1-ാം ലോകയുദ്ധം അവസാനിച്ചതോടെ ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു. പലസ്തീൻ ബ്രിട്ടന്റെ അധീനതയിലായി. ലബനനും സിറിയയും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലും. 1917-ൽ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആൽഫ്രഡ് ബാൽഫർ ജൂതർക്ക് ഒരു ദേശരാഷ്ട്രം പ്രഖ്യാപിച്ചിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരായ യുദ്ധത്തിൽ ജൂതരുടെ പിന്തുണ കിട്ടാനായിരുന്നു ബാൽഫർ പ്രഖ്യാപനം. ബ്രിട്ടന്റെ യുദ്ധവിജയത്തോടെ പലസ്തീനിലേക്ക് ജൂത കുടിയേറ്റം വർദ്ധിച്ചു. സമർത്ഥരും സമ്പന്നരുമായ ജൂതർ പലസ്തീനിൽ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടി. തുരിതരെ ജനവാസ കേന്ദ്രങ്ങൾ ഉയർന്നു. തദ്ദേശീയരായ പലസ്തീനികൾക്ക് പോരാടാതെ പിടിച്ചു നിൽക്കാനാവാതായി. നിസ്സഹായരായവർ നിത്യപ്രവാസികളായി.
ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ച യഹൂദരെ ജർമ്മനി വെറുതെ വിടുമോ? ഹിറ്റ്ലർ പ്രതികാര നടപടികൾ ആസൂത്രണം ചെയ്തു. ഗ്യാസ് ചേംബറുകളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുമായി നാസി തടങ്കൽ പാളയങ്ങൾ ഉയർന്നു. പീഡനം സഹിക്കവയ്യാതെ അർദ്ധപ്രാണരായ ജൂതർ കിഴക്കൻ യൂറോപ്പിലേക്കും റഷ്യയിലേക്കും പലായനം ചെയ്തു. 60 ലക്ഷത്തോളം ജൂതരെ ഹിറ്റ്ലർ കൊന്നു കുഴിച്ചുമൂടി. ജനിച്ച ജൂതരെല്ലാം പാലസ്തീന്റെ ശത്രുക്കളല്ല. അങ്ങനെയുള്ള സമീകരണങ്ങൾ ഹിന്ദുക്കളെല്ലാം ഹിന്ദുത്വവാദികളാണെന്ന് പറയുന്നത് പോലെയാണ്. 1896 തിയോഡർ ഹസൽ പുറത്തിറക്കിയ ജൂതരാഷ്ട്രം എന്ന ജർമ്മൻ ലഘുലേഖയാണ് സയണിസത്തിന്റെ ആദ്യത്തെ മാഗ്ന കാർട്ട. യൂറോപ്പിൽ പലയിടങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന ജൂത സിയോണിസ്റ്റ് ഗ്രൂപ്പുകളിൽ അത് വംശീയത ആളിക്കത്തിച്ചു. എതിർക്കുന്ന പലസ്തീനികളെ മാത്രമല്ല, ജൂതരെ കൂടി അവർ കൊന്നൊടുക്കി. ഇസ്രായേൽ ടാങ്കർ ടയറുകൾക്കിടയിൽ നിന്ന് ചതഞ്ഞെറിഞ്ഞ റൈച്ചൽ കോറി അങ്ങനെയൊരു രക്തസാക്ഷിയാണ്. പാലസ്തീൻ ജനത കൈക്കദാഢ്യവുമായി രക്തവും കണ്ണീരും പുരണ്ട മണലാരണ്യത്തിലേക്ക് വരുമ്പോൾ റേച്ചൽ കോറിയുടെ കയ്യിലുണ്ടായിരുന്നത് വെറും ഒരു റോസാപ്പൂ മാത്രമായിരുന്നു. 2003 മാർച്ച് 16 അഭയാർത്ഥി ക്യാമ്പ് ഇടിച്ചു നിരത്താനെത്തിയ ഇസ്രായേലി ടാങ്കറിന് മുന്നിൽ നിന്ന് ഒരു കൊച്ചു മൈക്രോഫോണിലൂടെ അവൾ വിളിച്ചു പറഞ്ഞു, അരുത്, ഞാനും ഒരു അമേരിക്കക്കാരിയാണ്, ഞാനും ഒരു ജൂതയാണ്, പക്ഷെ ഇത് അവരുടെ ഭൂമിയാണ്, അവരെ വെറുതെ വിടുക. നിമിഷ നേരം കൊണ്ട് അവളൊരു ഒലിവ് ചില്ല പോലെ അമേരിക്കൻ ബുൾഡോസറിനിടയിൽ ചതഞ്ഞറിഞ്ഞു. ഇടിഞ്ഞു പൊളിഞ്ഞ റാഫ അഭയാർത്ഥി ക്യാമ്പിന്റെ വെന്തുരുകിയ അതിർത്തികൾക്കപ്പുറം എവിടെയോ അവളുടെയും ഒരു കുഴിമാടമുണ്ട്. അവിടെ റോസാപ്പൂക്കളുമായി എത്തുന്ന പെൺകുട്ടികളെ നോക്കിയാണ് ഒരിക്കൽ ഫാത്തിമത്ത് നൗത്ത് എന്ന അറബി കവയത്രി പാടിയത്, യുവർ നെയിം ഈസ് റേച്ചൽ കോറി, നിന്റെ പേര് റേച്ചൽ കോറി. മെയ് 14 ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് പലസ്തീൻ മണ്ണിൽ കൃത്രിമമായി സ്ഥാപിച്ച ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ. ഇന്ത്യ ഇന്ത്യക്കാരുടേതെന്ന പോലെ പലസ്തീൻ പലസ്തീനികളുടേതാണെന്ന് അന്ന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ പലസ്തീനെ 3ആയി വിഭജിക്കുക എന്നതായിരുന്നു. ഒന്നൊരു സ്വതന്ത്ര ജൂതരാഷ്ട്രം, രണ്ടൊരു സ്വതന്ത്ര അറബ് രാഷ്ട്രം, ജെറുസലേം നഗരം 2 രാജ്യങ്ങളുടെയും ഒരു അന്താരാഷ്ട്ര നഗരം. പക്ഷെ അന്തിമമായി ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു തീരുമാനമെടുക്കാനായില്ല. സിയോണിസ്റ്റുകൾക്ക് അത് നല്ല അവസരമായി. ഒരു സ്വതന്ത്ര ഇസ്രായേൽ രൂപീകരിച്ച ഉടനെ ചുറ്റുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭൂമിയിലേക്കാണ് ഇസ്രായേലിന്റെ കണ്ണുപാഞ്ഞത്. അങ്ങനെ 1948 യുദ്ധമുണ്ടായി. ഇസ്രായേൽ പാലസ്തീന്റെ 23% ഭൂമി കൈയടക്കി. 100 ലക്ഷം പലസ്തീനികൾ സ്വന്തം നാട്ടിൽ നിന്ന് വീണ്ടും പുറന്തള്ളപ്പെട്ടു. അതേ വർഷം തന്നെ സിയോണിസ്റ്റുകൾ പടിഞ്ഞാറൻ ജെറുസലേം പിടിച്ചെടുത്തു. 1949 ആദ്യ പ്രധാനമന്ത്രിയായി ഡേവിഡ് ബെൻ ഗുരിയൻ ജെറുസലേം കേന്ദ്രീകരിച്ച് ഭരണം തുടങ്ങി. 1967 6 ദിന യുദ്ധത്തിൽ കിഴക്കൻ ജെറുസലേമും ഇസ്രായേൽ പിടിച്ചടക്കി. പഴയ നിയമത്തിൽ പറയുന്ന പുണ്യനഗരം അതോടെ പൂർണ്ണമായും ഇസ്രായേലിന് കീഴിലായി. 1967 6 ദിന യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തതും പിന്നീട് സോവിയറ്റ് സഹായത്തോടെ പലസ്തീൻ വിമോചിച്ചെടുത്തതുമായ ഭൂപ്രദേശങ്ങൾ ചേർത്ത് ഒരു പലസ്തീൻ രാഷ്ട്രമായിരുന്നു യാസിർ അറാഫത്തിന്റെ സ്വപ്നം. എന്നാൽ PLOവിനെ ദുർബലമാക്കാൻ മുസ്ലിം ബ്രദർഹുഡിന്റെ പലസ്തീൻ ഘടകമായ ഹമാസിനെ രംഗത്തിറക്കുകയായിരുന്നു മൊസാദും അമേരിക്കയും. 2004 അറാഫത്ത് അന്തരിച്ചതോടെ ഫത്തായും ഹമാസും ശത്രുക്കളായി. ഹമാസിന് നിയന്ത്രണമുള്ള ഗാസയെയാണ് ഇസ്രായേൽ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയത്. വെള്ളവും വെളിച്ചവും സഞ്ചാരവും വാർത്താവിനിമയവും വിലക്കിയത്. തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ലോകരാഷ്ട്രീയം കീഴ്മേൽ മറിഞ്ഞു. ഇസ്രയേലികളുടെ മുഷ്ക് വർദ്ധിച്ചു. പലസ്തീനികളുടെ വിമോചന ശബ്ദങ്ങൾ നേർത്തു. PLOയിലും ആഭ്യന്തര സംഘർഷങ്ങൾ മൂർച്ഛിച്ചു. ലെബനിലെ കേന്ദ്രം PLOയ്ക്ക് നഷ്ടമായി. 1991 ഗൾഫ് യുദ്ധ വിജയം അമേരിക്കയെ കൂടുതൽ പരാക്രമികളാക്കി. 19 വർഷത്തിന് ശേഷം വീണ്ടും സമാധാനത്തിന്റെ ഒലിവ് കമ്പുകൾ വീശിയും സാഹോദര്യത്തിന്റെ മന്ദഹാസം ചൊരിഞ്ഞും അറാഫത്ത് അമേരിക്ക സന്ദർശിച്ചു. 1993 സെപ്റ്റംബർ 11 വൈറ്റ് ഹൗസ് മുറ്റത്ത് വെച്ച് ബദ്ധശത്രുക്കളായ അറാഫത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറ്റ്സാക് റബീനും പരസ്പരം ഹസ്തദാനം നടത്തിയപ്പോൾ ആകാശത്ത് വെള്ളിൽ പറവകൾ പറന്നു.
ഓസ്ലോ ഉടമ്പടി പുതിയ പ്രതീക്ഷകളുടെ ഉദയമായി വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ ഇറ്റ്സാക് റബീന്റെ മരണവും ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ ഉരുൾപൊട്ടലുകളും ഓസ്ലോയിൽ വിള്ളൽ വീഴ്ത്തി. അതിർത്തികൾ വീണ്ടും പുകഞ്ഞു. സത്യത്തിൽ കരാറിലൂടെ യാസർ അറാഫത്തിന്റെ ലിബറേഷൻ സ്ട്രാറ്റജി പാളിപ്പോയെന്ന് പറയാം. പാലസ്തീൻ ജനത ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെട്ടതിന്റെ വികാരമുണ്ടായി. പുതിയ ഇൻതിഫാദകളുടെ പ്രതിഷേധ നിരകൾ ഉയർന്നു. ഹമാസിന്റെ ഇടപെടാൻ ജനാധിപത്യത്തിൻ്റെതല്ലാത്ത കൂടുതൽ കളിസ്ഥലം ലഭിച്ചു. ഓസ്ലോ ഉടമ്പടി പാലസ്തീന് ഒരു കെണിയായി മാറിയെന്ന് മഹാചിന്തകൻ എഡ്വേർഡ് സയ്യിദ് വിളിച്ചു പറഞ്ഞു. അറാഫത്ത് രാജിവെക്കണമെന്നും അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടു. ഓസ്ലോ ഉടമ്പടിയോടെ ഇസ്രായേലി രാഷ്ട്രത്തെ പാലസ്തീൻ അംഗീകരിക്കേണ്ടി വന്നു. അതിന് പകരമായി വെച്ചു നീട്ടപ്പെട്ട സമാധാന വാഗ്ദാനം സ്വീകരിക്കേണ്ടിയും വന്നു. ദ പൊളിറ്റിക്സ് ഓഫ് ഡിസ്പൊസിഷൻ അഥവാ പിടിച്ചുപറിക്കപ്പെട്ടവന്റെ രാഷ്ട്രീയം എന്ന ഗ്രന്ഥത്തിൽ സയ്യിദ് തന്റെ ന്യായങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ലോകശാക്തിക ബലാബലത്തിൽ സാമ്രാജ്യത്വത്തിന് കൈവന്ന മുൻതൂക്കത്തിന്റെ പശ്ചാത്തലത്തിൽ നിരായുധരും നിസ്സഹായരുമായ പാലസ്തീൻ ജനതയ്ക്ക് ഒരു പ്രായോഗിക രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് വഴിയെന്നാണ് അറഫത്തിനെ അനുകൂലിക്കുന്നവർ ചോദിച്ചിരുന്നത്. എന്നാൽ അറഫത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ കീഴടങ്ങേണ്ട ശ്രമമാണെന്ന് തന്നെ സെയ്ദ് വിശ്വസിച്ചു. ഓസ്ലോ കരാറിൽ ഒപ്പിട്ടിട്ടും 3 പതിറ്റാണ്ടായി പാലസ്തീനിൽ ഒഴുകുന്ന രക്തച്ചൊരിച്ചിലിന്റെ കണക്കെടുക്കുമ്പോൾ സെയ്ദിന്റെ ദൂരക്കാഴ്ച വെറും വരട്ടുവാദമല്ലെന്ന് തന്നെ ബോധ്യമാകും. എന്തായാലും ഓസ്ലോ കരാറിന്റെ പേരിലെങ്കിലും 2 ഇസ്രായേലി നേതാക്കൾക്കൊപ്പം അറാഫത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം സമ്മാനിക്കപ്പെട്ടു. പുരസ്കരിച്ച് വിധേയനാക്കാനുള്ള സയനിസ്റ്റ് വംശീയ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ അടവിനും പക്ഷേ അറാഫത്ത് കീഴടങ്ങിയില്ല. അറഫത്ത് കൊളുത്തിയ അഗ്നിയിൽ നിന്ന് അറഫത്തിന് സമാന്തരമായി ഉയർന്നു വന്ന പലസ്തീനികളുടെ പോരാട്ടത്തിന്റെ വാക്കും വാളുമായിരുന്നു എഡ്വേർഡ് സയ്യിദ്. അറഫത്തിനെ പോലെ അന്തമറ്റ പ്രവാസകാലങ്ങൾക്കും പടയോട്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഒടുവിൽ സമാധാനത്തിന്റെ ചരിത്ര ദൂരം അകലെയല്ലെന്ന് പറഞ്ഞ ചിന്തകൻ, വേട്ടക്കാരനും ഇരയ്ക്കുമൊപ്പം ഓടി നിഷ്പക്ഷതയുടെ പുകമഞ്ഞിലൊളിച്ചവരുടെ സയ്യിദ് യാഥാർത്ഥ്യത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ പിടിച്ചു നിർത്തി. മനുഷ്യരെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ശവപ്പറമ്പുകൾക്കും പൊള്ളുന്ന കണ്ണീർച്ചാലുകൾക്കും അപ്പുറം ഒരു കൈയിൽ മഹാദൈക്ഷണിക ഗ്രന്ഥവും മറുകൈയിൽ നല്ല മുട്ടൻ വടിയും കവണക്കല്ലുമായി ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് നിന്ന ജൈവചിന്തകൻ, ആന്റോണിയോ ഗ്രാംഷിയുടെയും തിയോഡർ അഡോണിയുടെയും റേമണ്ട് വില്യംസിന്റെയും മിഷേൽ ഫുക്കോയുടെയും നിരകളിലേക്ക് ഉയർന്ന ഈ തത്വചിന്തകനെ ലോകം അറിഞ്ഞത് പലസ്തീൻ ജനതയുടെ ഒരു അനൗദ്യോഗിക നയതന്ത്ര പ്രതിനിധിയായി കൂടിയാണ്. ദൈവം പുഞ്ചരിച്ച ജെറുസലേമിൽ ജനിച്ച സയ്യിദ് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലാണ് പഠിച്ചതും പഠിപ്പിച്ചതും. താരതമ്യ സാഹിത്യത്തിലെ മുടിചൂടാമന്നൻ, പൗരസ്ത്യവാദം എന്ന ചിന്താ പദ്ധതിയിലൂടെ പ്രസിദ്ധൻ, സംഗീതത്തിലും സാഹിത്യത്തിലും പണ്ഡിതൻ, ന്യൂയോർക്കിൽ തന്റെ അക്കാദമിക് കുതൂഹലങ്ങളെ തന്നെ വെട്ടിയും തിരുത്തിയും എഴുതി മറ്റാരെയും പോലെ ഒരു ചാരികസേന ബുദ്ധിജീവിയായി തന്നെ അമർന്നിരിക്കാമായിരുന്നു സയ്യിദിന്. ഇരുത്തം വന്ന ചിന്തകൻ എന്ന ചീത്തപ്പേരിനെ അലങ്കാരമാക്കമായിരുന്നു. ഇരകൾ പഴിക്കപ്പെടുന്നുവെന്ന പുസ്തകം എഴുതുക മാത്രമല്ല, പഴിക്കപ്പെട്ട ഇരകൾക്ക് വേണ്ടി സ്വന്തം കുട്ടികളോടൊപ്പം ഉരുളൻ കല്ലുകളുമായി ഇസ്രായേൽ ടാങ്കുകളെ ഉന്നം പിടിക്കാനും സയ്യിദിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം ഇന്റലക്ച്വൽ സൂപ്പർ സ്റ്റാർ എന്ന് ആവേശപൂർവ്വം വിളിച്ചപ്പോൾ സിയോണിസ്റ്റുകൾ സയ്യിദിനെ വിളിച്ചത് പ്രൊഫസർ ഓഫ് ടെററിസം എന്നായിരുന്നു. ഒരു അമേരിക്കക്കാരനും ജൂതനുമായിരിക്കെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രൂക്ഷ വിമർശകനാകുന്നതിൽ അഭിമാനം കൊണ്ടയാളാണ് നോം ചോംസ്കി. യഥാർത്ഥ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യ സംരക്ഷണത്തിന്റെയും ശബ്ദം അതാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. നോം ചോംസ്കിയെ പോലെ സിംഹത്തിന്റെ ഗുഹയിൽ പോയി തന്നെ സിംഹത്തെ എതിർക്കുന്ന പരാക്രമിയെ പോലെയായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് തന്നെയുള്ള സയ്യിദിന്റെയും സമര പോരാട്ടങ്ങൾ. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സർവകലാശാലകളിൽ അക്കാദമിക് ബൗദ്ധിക മണ്ഡലത്തിൽ സയ്യിദ് നടത്തിയ പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളും അറഫത്ത് നടത്തുന്ന സമരം പോലെ തന്നെ പലസ്തീനികൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കിയിരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പ്രസരിച്ച ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശബ്ദമായിരുന്നു എഡ്വേർഡ് സയ്യിദിന്റേത്. ൽ ജെറുസലേമിലാണ് പാതി ക്രിസ്ത്യനും പാതി മുസ്ലിമുമായ എഡ്വേർഡ് സയ്യിദ് ജനിച്ചത്. 48 ഇസ്രായേൽ രൂപീകൃതമായതോടെ അദ്ദേഹത്തിന്റെ കുടുംബം കെയ്റോയിലേക്ക് മാറുകയായിരുന്നു. സയ്യിദ് പിന്നീട് അമേരിക്കൻ പൗരത്വം നേടി. 1967 6 ദിന യുദ്ധകാലത്താണ് സയ്യിദ് പാലസ്തീൻ വിമോചന പോരാട്ടങ്ങളുടെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകം ഓറിയന്റലിസം പുറത്തു വരുന്നത്.
പാശ്ചാത്യ രാജ്യങ്ങളുടെ പൗരസ്ത്യ ദേശത്തോടുള്ള കാഴ്ചപ്പാട് തിരുത്തിക്കുറിക്കുന്നതായിരുന്നു ആ ഗ്രന്ഥം. ഇപ്പോഴും കൊളോണിയൽ വിരുദ്ധ ചിന്തകളുടെ പ്രധാന ആസ്പദങ്ങളിൽ ഒന്നാണത്. കൊളോണിയലിസവും ഇംപീരിയലിസവും സാമ്പത്തികവും സൈനികവും രാഷ്ട്രീയവുമായ മേൽക്കോയ്മ പോലെ തന്നെ ഒരു സാംസ്കാരിക പ്രത്യയശാസ്ത്ര സംവിധാനം കൂടിയാണെന്നും സയ്യിദ് വിശദീകരിച്ചു. ലോകത്തെ നമ്മൾ ഇന്ന് കണ്ടു മനസ്സിലാക്കുന്ന രീതി പൊതുവിൽ നമ്മുടേതല്ല, മറ്റുള്ളവർ ഉണ്ടാക്കിയതാണെന്നും അദ്ദേഹം തെളിവ് സഹിതം പറഞ്ഞു. 1981 സെയ്ദിന്റെ കവറിംഗ് ഇസ്ലാം എന്ന പുസ്തകം പുറത്തു വന്നത്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതികൾ അദ്ദേഹം തുറന്നു കാട്ടി. 11-ാം നൂറ്റാണ്ട് മുതൽ പടിഞ്ഞാറൻ ക്രിസ്ത്യൻ പുരോഹിതന്മാരും ക്രിസ്ത്യൻ രാജാക്കന്മാരും ക്രിസ്ത്യൻ ചിന്തകരും മറ്റ് നവോത്ഥാന നായകരും മുഹമ്മദ് നബിക്കും ഇസ്ലാമിനുമെതിരെ പ്രചരിപ്പിച്ചു പോകുന്ന അപവാദങ്ങൾ സൃഷ്ടിച്ച അന്തരീക്ഷം എങ്ങനെ പാശ്ചാത്യ പണ്ഡിതരെ പിന്തുടരുന്നുവെന്നും അദ്ദേഹം കാട്ടിത്തരുന്നുണ്ട്. സെയ്ദിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ കേന്ദ്രബിന്ദു സ്വന്തം നാടായ പലസ്തീന്റെ പരമാധികാരത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് തന്നെയായിരുന്നു. ജെറൂസലേമിൽ നിന്ന് പോയി ആദ്യം പലസ്തീനിലേക്കും ഈജിപ്തിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും ലോകമാസകലം തന്നെയും അദ്ദേഹം സഞ്ചരിച്ചു. പക്ഷെ എവിടെയും സെയ്ദിന് സ്വന്തമായൊരു ഭവനമുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലായിടത്തും സെയ്ദ് ഉണ്ടായിരുന്നു. എല്ലാ പലസ്തീനികളെയും പോലെ അക്ഷരാർത്ഥത്തിലുള്ള പ്രവാസ ജീവിതം. സെയ്ദിന്റെ ആത്മകഥയുടെ പേരുപോലും ഔട്ട് ഓഫ് പ്ലേസ് എന്നായിരുന്നു. സ്വന്തമായി ഒരിടമില്ലാത്ത സ്വന്തം ജനതയുടെ പ്രതിനിധിയായി തന്നെയായിരുന്നു സെയ്ദിന്റെ ജീവിതവും മരണവും. അറഫത്ത് ബുദ്ധിജീവിയല്ല, നല്ല ചിന്തകനോ വായനക്കാരനോ അല്ല. പക്ഷെ സെയ്ദ് അതെല്ലാമാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു പ്രക്ഷോഭകാരി കൂടിയുമാണ്. പടിഞ്ഞാറൻ രാഷ്ട്രീയത്തിന്റെ കടുത്ത വിമർശകനാണെങ്കിലും പടിഞ്ഞാറൻ ക്ലാസിക് സംഗീതമായിരുന്നു സെയ്ദിന് പ്രിയം. യഹൂദ രാഷ്ട്രീയത്തെ പടിക്ക് പുറത്തു നിർത്തിയ സെയ്ദ് യഹൂദനും നാസി പക്ഷപാതിയുമായ റിച്ചാർഡ് വാഗ്നറുടെ സംഗീതത്തിന്റെ ആരാധകനായിരുന്നു. 2003 ന്യൂയോർക്കിൽ അറഫത്തിനും 1 വർഷം മുമ്പേ സെയ്ദ് ലോകത്തോട് വിട പറഞ്ഞു. സമരങ്ങളും ദുരിതങ്ങളും ഒഴിപ്പിക്കലും നാടുകടത്തലും നടമാടുന്ന പലസ്തീനിൽ നിന്ന് 20-ാം നൂറ്റാണ്ട് ലോകത്തിന് സമ്മാനിച്ച മഹാനായ അറഫത്തിനെ കുറിച്ച് പറയുമ്പോൾ സമകാലികനായ ഈ അപൂർവ പ്രതിഭാശാലിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അപൂർണമാകും ആ ജീവിത പ്രതിപാദനങ്ങളെല്ലാം. മറ്റു ജനങ്ങളെപ്പോലെ ഞങ്ങളും പുറപ്പെട്ടുപോയി. പക്ഷെ എവിടെയും ഞങ്ങൾ തിരിച്ചെത്തുന്നില്ല. പലസ്തീന്റെ ദേശീയ മഹാകവി മഹ്മൂദ് ദർവീഷിന്റെ വരികളാണത്. പരാജയവും മരണവും തോൽവികളും അന്തമില്ലാത്ത അലച്ചിലുകളും ഭക്ഷിച്ച് ജീവിക്കുന്ന പലസ്തീൻ ജനതയുടെ തലക്കുറിയായിരുന്നു ദർവീഷിന്റെ രചനാലോകം. പുറപ്പാടുകളുടെയും പലായനങ്ങളുടെയും പലസ്തീനിൽ ദർവീഷ് വിശ്വമാനവികതയുടെ വാഗ്ഗോപുരങ്ങൾ പണിതു. 942 ഗലീലിയയുടെ താഴ്വരകളിൽ പിറന്ന നാൾ തൊട്ട് പലായനത്തിന്റെ പീഡ മനസ്സിലും ശരീരത്തിലും ഏറ്റുവാങ്ങിയ കവി ലബനിലേക്ക് നാടുകടന്ന് യാസറിനൊപ്പം PLO കെട്ടിപ്പടുക്കാൻ കൂടെ നിന്നു. പിന്നീട് സോവിയറ്റ് യൂണിയനിൽ അഭയം തേടി. 2006 ഫത്തായും ഹമാസയും പരസ്പരം കൊമ്പുകോർത്തപ്പോൾ ഇത് തെരുവിൽ നടത്തുന്ന കൂട്ടാത്മഹത്യയാണെന്ന് പറഞ്ഞു ദർവീഷ്. ഒരു രാഷ്ട്രത്തിന്റെ പതനമാണെന്നും. പലായനത്തിന്റെ ആ ജീവിത കവിത 2008 അവസാനിച്ചെങ്കിലും മുഹമ്മദ് ദർവീഷ് ഇപ്പോഴും പോരാട്ട വഴികളിലെല്ലാം മാസുൽ ഖലീഫ് എന്ന ഗായകനിലൂടെ പരന്നൊഴുകുന്നുണ്ട്. ഗാസയിലെയും ഇസ്രായേലിലെയും ജൂത ഇടപെടലിനെതിരെ പലസ്തീൻ ജനത സംഘടിതമായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇൻതിഫാദ. 1987-93 കാലങ്ങളിലായിരുന്നു പലസ്തീനികളുടെ ആദ്യത്തെ ഇൻതിഫാദ. കുപ്രസിദ്ധമായ ഓസ്ലോ ഉടമ്പടിയോടെയാണ് ആ ഇൻതിഫാദ അവസാനിച്ചത്. 2000 ഒക്ടോബർ 7-നാണ് രണ്ടാം ഇൻതിഫാദ പ്രഖ്യാപിക്കപ്പെട്ടത്. ജെറൂസലേമിലെ അൽ അക്സ പള്ളി സമുച്ചയത്തിൽ അന്നത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ഏരിയൽ ഷാരോൺ വിവാദ സന്ദർശനം നടത്തിയതാണ് രണ്ടാം ഇൻതിഫാദയിലേക്ക് പാലസ്തീനികളെ നടത്തിയത്. കൗമാരം വിടാത്ത പലസ്തീൻ പെൺകുട്ടികൾ ചാവേറുകളായി പൊട്ടിത്തെറിച്ചത് ഇതേ കാലത്താണ്. ബസ്സുകളിലും മാർക്കറ്റുകളിലും തിരക്കേറിയ പാതകളിലും പെൺകുട്ടികൾ അരക്കെട്ടിൽ ബോംബുകൾ വെച്ച് കെട്ടിക്കൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. പലസ്തീൻ കുട്ടികൾ കല്ലുകളും കവണകളുമായി നിരത്തിലിറങ്ങി ഇസ്രായേൽ സേനയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കാലമായിരുന്നു അത്. ദാവീദ് ഗോലിയാത്ത് കഥകളുടെ പുനരാവിഷ്കാരം പോലെ. ആ കാലത്തിന്റെ കണ്ണാടിക്കാഴ്ച പോലുള്ള ഒരു ചലച്ചിത്രമായിരുന്നു വിശ്വവിഖ്യാത സിനിമാചാര്യനായ ഗൊദാർഡ് സംവിധാനം ചെയ്ത നോത്രേ മ്യൂസിക് അഥവാ അവർ മ്യൂസിക്.
ഡാന്റെയുടെ ഡിവൈൻ കോമഡിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 3 ഭാഗങ്ങളായുള്ള സിനിമയിലെ ഒരു രംഗം നമ്മുടെ ഹൃദയത്തെ മരവിപ്പിച്ച് നിർത്തുന്നതാണ്, ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ്. ചിത്രത്തിൽ ഒരു ജൂത പെൺകുട്ടി ഓൾഗ, ഓർക്കണം പലസ്തീൻ പെൺകുട്ടിയല്ല ജൂത പെൺകുട്ടി, ഒരു നാടകശാലയിൽ കയറി വിളിച്ചു പറയുന്നു, ഞാനൊരു ആൾ ബോംബാണ്, എല്ലാവരും പുറത്തു പോകണം, യുദ്ധത്തിന് വേണ്ടിയല്ല സമാധാനത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് എൻ്റെ കൂടെ നിൽക്കാം. ആരും അവളോടൊപ്പം നിൽക്കാൻ മുന്നോട്ട് വന്നില്ലെന്ന് മാത്രമല്ല, ഭയന്ന് വിറച്ച് എല്ലാവരും ഹാൾ വിട്ടിറങ്ങിപ്പോയി. അവൾ ഒറ്റയ്ക്കായപ്പോൾ പിന്നിൽ നിന്ന് പോലീസ് ഓൾഗയെ വെടിവെച്ചു കൊല്ലുന്നു. ബോംബുണ്ടെന്ന് പറഞ്ഞ് അവളുടെ സഞ്ചി പോലീസ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കുറെ പുസ്തകങ്ങളായിരുന്നു. ഇസ്രായേലിൽ അധികാരത്തിലെത്തിയ ഏരിയൽ ഷാരോൺ പാലസ്തീൻകാർക്കും ഇസ്രായേലികൾക്കുമിടയിൽ ഒരു വൻമതിൽ പണിതുയർത്തിയിരുന്നു. 347 കിലോമീറ്ററോളം നീളത്തിൽ 10 അടി കനവും 25 അടി ഉയരവുമുള്ള കോൺക്രീറ്റ് മതിൽ പലസ്തീൻകാരുടെ കൃഷിയിടങ്ങളിലൂടെയും ഒലിവുതോട്ടങ്ങളിലൂടെയും കടന്ന് കനത്ത ചെക്ക് പോസ്റ്റുകൾ സൃഷ്ടിച്ചു. ഭീകരവാദികളെ തുരത്താനെന്ന പേരിൽ പലസ്തീനിലേക്കുള്ള സകല വാതിലുകളും അടയ്ക്കുകയായിരുന്നു ലക്ഷ്യം. പലസ്തീൻകാരും ഇസ്രായേലിലെ സമാധാന പ്രവർത്തകരും എന്നുവേണ്ട ഐക്യരാഷ്ട്രസഭ തന്നെയും മതിൽ നിർമ്മാണത്തെ എതിർത്തെങ്കിലും ഇസ്രായേൽ ആ തെമ്മാടിത്തത്തിൽ നിന്ന് പിന്മാറിയില്ല. പലസ്തീൻ ജനതയെ അധിനിവേശപ്പെടുത്തി ഇസ്രായേലിന്റെ ഭാഗമാക്കുക, വൻമതിലുകളും കെട്ടകളും ജയിലുകളുമായി അവരെ മാറ്റി നിർത്തുക എന്നിങ്ങനെ ദ്വിമാർഗങ്ങളിലൂടെയാണ് സയനിസ്റ്റുകൾ ദ്വിരാഷ്ട്രവാദത്തെ കെട്ടിപ്പൊക്കിയത്. എന്നാൽ ഇസ്രായേലികളും പാലസ്തീൻ ജനതയും തമ്മിൽ വളർന്നു വന്ന പുതിയ ബന്ധങ്ങളുടെ അധ്യായങ്ങൾ മനസ്സിലാക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. മതിലുകൾ മണ്ണിലല്ലാതെ മനുഷ്യർക്കിടയിൽ കെട്ടുക സയനിസ്റ്റുകൾക്ക് എളുപ്പമായിരുന്നില്ല. പലസ്തീൻ കർഷകരും യഹൂദ സമാധാന പ്രവർത്തകരും ഒരുമിച്ച് ഒലിവുമരങ്ങളിൽ നിന്ന് വിളവെടുത്ത് പ്രതിഷേധിക്കുന്ന തരം ഒത്തുചേരലുകൾ അക്കാലത്തെ അർത്ഥപൂർണമാക്കിയ കാഴ്ചകളിലൊന്നായിരുന്നു. 2002 ഏരിയൽ ഷാരോൺ അറാഫത്തിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ റാമുള്ളയിൽ അറാഫത്തിന്റെ ഓഫീസ് എന്ന് വിളിക്കുന്ന തടങ്കൽ കെട്ടിടത്തിന് ചുറ്റും മനുഷ്യച്ചങ്ങല തീർത്തത് യഹൂദരായിരുന്നു. ഇസ്രായേലികളായ ഞങ്ങളെ കൊല്ലാതെ അറാഫത്തിന് തൊടാനാവില്ലെന്ന് യൂറി അവിനേരിയുടെ നേതൃത്വത്തിലുള്ള സമാധാനവാദികൾ ഷാരോൺ ഭരണകൂടത്തെ വെല്ലുവിളിച്ചു. യഹൂദർക്കും പലസ്തീനികൾക്കും ഒന്നിച്ചു ജീവിക്കാനും അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാനും പലസ്തീൻ മണ്ണിൽ ഇടമുണ്ടെന്ന് അവർ സമർത്ഥിച്ചു. ഇസ്രായേലികളും പലസ്തീനികളും ഒന്നിച്ചു ജീവിക്കുന്ന ഏകരാഷ്ട്ര സങ്കല്പമാണ് എഡ്വേർഡ് സയ്യിദിനെ പോലുള്ള ചിന്തകരും മുന്നോട്ട് വെച്ചിരുന്നത്. ഇസ്രായേൽ അധിനിവേശം എന്നാൽ ആ സ്വപ്നങ്ങളെയെല്ലാം തകർക്കുന്നതായിരുന്നു. 2002 മുതൽ 2004 വരെ അറഫത്തിനെ ഇസ്രായേൽ സൈന്യം അദ്ദേഹത്തിന്റെ റാമുള്ളയിലെ വസതിയിൽ വീട്ടുതടങ്കലിലിട്ടു. 2004 നവംബർ 11 പാരീസിലെ ആശുപത്രിയിൽ അസുഖബാധിതനായി മരിച്ചുവെന്നായിരുന്നു സൈന്യത്തിന്റെ ഭാഷ്യം. 2012 ജൂലൈ 4 അൽ ജസീറ പുറത്തുവിട്ട വാർത്ത അതൊരു ആസൂത്രിത കൊലപാതകമാണെന്നായിരുന്നു. അറഫത്തിന്റെ മരണം ഒരു ഗൂഢാലോചനയാണെന്ന് തന്നെ അറഫത്തിന്റെ അവസാനകാല സാഹചര്യങ്ങൾ ശരിവയ്ക്കുന്നുവെന്ന് സഹപ്രവർത്തകനായ യൂറി അവിനേരി പറഞ്ഞിട്ടുണ്ട്. അതായത് രോഗബാധിതനാകുന്നതിന് മുമ്പ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. കാറ്റും വെളിച്ചവും കടക്കാത്ത 2-3 മുറികളിലായി ഒരാളെ 2.5 വർഷം തള്ളിയാൽ അതിനർത്ഥം എന്താണ്? വധശിക്ഷയ്ക്ക് വിധിച്ചവരെ പോലും ഇസ്രായേൽ ജയിലുകളിൽ 1 മണിക്കൂർ നടക്കാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ അറാഫത്തിന് ഒരിക്കൽ പോലും തന്റെ താമസ തടങ്കലിൽ നിന്ന് പുറത്തു കടക്കാനായില്ല. ഏരിയൽ ഷാരോണാണ് ആ കൃത്യത്തിന് പിന്നിലെങ്കിൽ അത് മഹാവിഡിത്തമാണെന്ന് അന്ന് യൂറി അവിനേരി പറഞ്ഞ കാര്യങ്ങൾ സത്യമാവുകയാണ്. ഇസ്രായേൽ അതിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ പരീക്ഷണ കാലങ്ങളിലൂടെ കടന്നുപോയത് അറഫത്ത് യുഗത്തിന് ശേഷമായിരുന്നു. അറഫത്ത് ഇല്ലാതായതിന്റെ ദുരന്തമായിരുന്നു അത്. കാരണം അറഫത്തിന്റെ പോരാട്ടങ്ങൾ എന്നും പ്രബുദ്ധമായിരുന്നു, സാംസ്കാരിക സമ്പന്നമായിരുന്നു. അറഫത്ത് പറഞ്ഞതിനപ്പുറത്ത് ഒരു പലസ്തീൻ നേതാവും 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങില്ലായിരുന്നു. ജീവിച്ചിരുന്ന അറാഫത്ത് അനുവദിച്ച വിട്ടുവീഴ്ചകൾ എന്നാൽ മരണശേഷമുള്ള അറാഫത്ത് അനുവദിക്കുകയില്ല. അറഫത്തിന്റെ മരണത്തോടെ ഇസ്രായേലികൾക്ക് നരകത്തിന്റെ വാതിലുകൾ ഒന്നൊന്നായി തുറക്കപ്പെടുകയായിരുന്നു. ഒരർത്ഥത്തിൽ ഈ കൊല്ലും കൊലയും എവിടെ കൊണ്ടെത്തിക്കുമെന്ന് പറയാനാവാത്ത വലിയൊരു പ്രതിസന്ധിയുണ്ടോ
ഒരു രാജ്യത്തിന് സംഭവിക്കാൻ? യാസിർ അറാഫത്തിന്റെ ഖബറടക്കം റാമല്ലയിൽ വൻ ജലാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു രാഷ്ട്രീയ യുഗം അവസാനിക്കുകയായിരുന്നു. അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെ മുൻപന്തി നേതാവിന്റെ തിരോധാനം അനുയായികളെയും വിമർശകരെയും ഒരുപോലെ സങ്കടത്തിലാഴ്ത്തുന്നതായിരുന്നു. അറഫത്ത് ഒഴിഞ്ഞുപോയാൽ സംഭവിക്കാവുന്ന രാഷ്ട്രീയ ദിശകൾ അവർക്ക് മുൻകൂട്ടി കാണാനായി. അറഫത്തിന് ശേഷം നേതൃത്വം വികേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ ജനാധിപത്യപരമാകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഹമാസും ഇസ്ലാമിക ജിഹാദും പോലുള്ള സംഘടനകളുടെ നിലപാട് ഒരു ഇസ്ലാമിക ഭരണവ്യവസ്ഥയായിരുന്നെങ്കിൽ അറഫത്ത് ചിന്തിച്ചത് അങ്ങനെയായിരുന്നില്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങിയ ഒരു പലസ്തീൻ, അറബ് ജനതയുടെ ദേശീയ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പൂർത്തീകരണവും ഒരു സെക്യുലർ ഭരണവ്യവസ്ഥയുമാണ് അറഫത്ത് ആഗ്രഹിച്ചിരുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലെ ഏറ്റവും വലിയ നേതാവ് നെൽസൺ മണ്ടേലയാണെങ്കിൽ അതിനേക്കാൾ ദുഷ്കരമായിരുന്നു അറാഫത്തിന്റെ ദൗത്യം. 28 വർഷം കാരാഗ്രഹത്തിനുള്ളതായതിനാൽ അകത്തും പുറത്തും നടന്ന സമരങ്ങളുടെ ഭീകരത മണ്ടേലയ്ക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സ്വാഭാവികമായും ഇരകളാകേണ്ടി വരുന്ന നിരപരാധിത്വങ്ങളുടെ കുറ്റാരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം നിലവിലുള്ള ഭരണകൂടത്തെ തന്നെ അദ്ദേഹത്തിന് കൈമാറി ലഭിച്ചു. മണ്ടേല ജയിലിൽ നിന്നിറങ്ങിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നു. എന്നാൽ അറഫത്തിന്റെ സ്ഥിതി നേർവിപരീതമായിരുന്നു. അവിടെ ചിഹ്നിച്ചു കിടക്കുന്ന അഭയാർത്ഥികളായ ജനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രം. എല്ലാവരും അറബി ഏകാധിപത്യത്തിന് കീഴിൽ കഴിയുന്നവർ. ചുരുങ്ങിയ പക്ഷം ഇസ്രയേൽ അടക്കം 6 രാജ്യങ്ങളുടെയെങ്കിലും രഹസ്യ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അവർ എല്ലാവരും. ഈ രഹസ്യ പോലീസിനെ കബളിപ്പിക്കാനാണ് അറഫത്ത് പലപ്പോഴും നിലപാടുകൾ മാറ്റിക്കൊണ്ടിരുന്നത് അത്രേ. അല്ലാതെ അദ്ദേഹം പരസ്പര വിരുദ്ധ നിലപാടുകൾ എടുക്കുകയായിരുന്നില്ലെന്നാണ് യൂറി അവിനേരി പറയുന്നത്. മണ്ടേലയെയും അറാഫത്തിനെയും താരതമ്യം ചെയ്യുന്ന ചരിത്രവൽക്കരണങ്ങൾ സഹിക്കാം. എന്നാൽ ബിൻ ലാദനുമായുള്ള താരതമ്യത്തിന്റെ വർഗീയ ലളിതവൽക്കരണം എങ്ങനെ സഹിക്കും? അറഫത്ത് തീർച്ചയായും ഒരു മതവിശ്വാസിയായിരുന്നു, പക്ഷെ മതഭ്രാന്തനായിരുന്നില്ല. അറഫത്തിന്റെ നേതൃത്വം എന്നും മതനിരപേക്ഷമായിരുന്നു. അടിസ്ഥാനപരമായി മതനിരപേക്ഷമായ ഒരു ദേശീയ പ്രസ്ഥാനത്തെയാണ് അദ്ദേഹം നയിച്ചത്. യൂറോപ്യൻ മാതൃകയിലുള്ള അറബ് ദേശീയതയെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത്. എന്നാൽ അറേബ്യൻ ദേശീയതയെ അപമാനിക്കുന്ന ഇസ്ലാമിക മൗലികവാദമായിരുന്നു ലാദന്റേത്. കടുത്ത മതമൗലികവാദികളായ ജൂതന്മാരും ഇസ്രായേൽ ദേശീയത അംഗീകരിക്കുന്നില്ലല്ലോ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റിയ ഏറ്റവും വലിയ വീഴ്ച അറഫത്തിന് കൈയൊഴിഞ്ഞതാണ്. പാശ്ചാത്യ മാതൃകയിലുള്ള അറബ് ദേശീയതയുടെ വിജയത്തിന്റെ അവസാനത്തെ സാധ്യതയായിരുന്നു അറഫത്ത്. മതതീവ്രവാദത്തിനെതിരായ മതത്തിന്റെ തന്നെ ഏറ്റവും വലിയ കടമ്പ. എല്ലാതരം മൗലികവാദങ്ങൾക്കെതിരെയുമുള്ള നിർണായക ശക്തി. ഇസ്രായേൽ പ്രതിസ്ഥാനത്തായാൽ പോലും ഇസ്ലാമിന്റെ കൊടിക്കൂറ പിടിച്ച ഒരു കുരിശുദ്ധം അറാഫത്ത് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അറാഫത്ത് അവസാനിച്ചെടുത്ത് തുടങ്ങുന്നു ഈ ദുരന്തങ്ങളെല്ലാം ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും. പലസ്തീനിലെ ജനജീവിതം ഇന്നൊരു നിത്യ ദുരന്തമാണ്. മെഡിറ്ററേനിയൻ തീരത്ത് ഒരു ഒലിവില വീണ് കിടക്കുന്നത് പോലുള്ള ഗാസ ഇന്ന് സ്വന്തം ശവസംസ്കാരം കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ് ലോകത്തെ ഉറ്റുനോക്കുന്നത്. മരിച്ചവരുടെയും മരിച്ച് ജീവിക്കുന്നവരുടെയും നാടിന് നമുക്ക് എന്തു പ്രതീക്ഷകളാണ് നൽകാനുള്ളത്? അറഫത്തിനെയും അവരുടെ വിമോചന സ്വപ്നങ്ങളുടെ നായകരെയും അവർ ഇന്ന് എങ്ങനെയാണ് ഓർക്കുന്നുണ്ടാവുക? ഗാസയെ സംബന്ധിച്ച് ആക്രമണത്തെക്കാൾ നിഷ്ഠുരമാവുന്നത് ലോകത്തിന്റെ മൗനമാണ്. അധിനിവേശത്തിന് സാർവത്രിക അംഗീകാരം നൽകുന്ന മനോനിലയാണ്. ഏപ്രിൽ 28 സ്പെയിനിലെ ഗർണിക്ക എന്ന നഗരത്തിൽ ജർമ്മൻ വിമാനങ്ങൾ ബോംബ് വിതറിയതിന്റെ ദുരന്ത ചിത്രമാണ് പാബ്ലോ പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗർണിക്ക. ഫാസിസത്തിന്റെ കൊടും ക്രൂരതയാണ് ക്യൂബിസ്റ്റ് രൂപകങ്ങളിലൂടെ അദ്ദേഹം ആ ചിത്രത്തിൽ വരച്ചെടുത്തത്. ഏതാണ്ട് 1 മാസത്തോളം എടുത്താണ് പിക്കാസോ ആ ചിത്രം പൂർത്തിയാക്കിയത്. ആ സമയത്ത് അതുവഴി വന്ന ഫ്രാങ്കോയുടെ പട്ടാളം പിക്കാസോയോട് ചോദിക്കുന്നു, ഇത് ചെയ്തത് ആരാണ്? പിക്കാസോ ബ്രഷ് കുന്തമുന പോലെ പിടിച്ച് പട്ടാളക്കാരോട് പറഞ്ഞു, ഇത് ചെയ്തത് നിങ്ങളാണ്. യുദ്ധം മതിയാവാത്ത എല്ലാ അധികാരങ്ങളും ഭൂമിയിൽ വരയ്ക്കുന്ന ദുരന്ത ചിത്രമാണ് ഗർണിക്കയെ പോലെ ഗാസയും.
അത് വരയ്ക്കുന്നത് നിങ്ങളാണ്, അല്ല നമ്മളാണ്.